അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ വിമാനങ്ങൾ കൂടുതലായി പറക്കുന്നത് രാത്രികാലങ്ങളിലാണെന്ന് നിങ്ങൾക്കറിയാമോ? വിമാനങ്ങൾ ഈ സമുദ്രത്തിന് മുകളിലൂടെ രാത്രി ഇരുട്ടിയതിനു ശേഷം യാത്ര ചെയ്യുന്നതിന് പിന്നിൽ ചില വിചിത്രമായ കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഗ്ലോബൽ ഏവിയേഷനിൽ ഏറ്റവും തിരക്കേറിയ മേഖലകളിലൊന്നാണ് നോർത്ത് അറ്റ്ലാന്റിക് റൂട്ട്. ഡെൽറ്റ, അമേരിക്കൻ, യുണൈറ്റഡ്, ബ്രിട്ടീഷ് എയർവേസ്, ലുഫ്താൻസ തുടങ്ങിയ കമ്പനികളെല്ലാം വർഷം തോറും കോടിക്കണക്കിന് ഡോളർ ലാഭമുള്ള ഈ മാർക്കറ്റിനായി മത്സരിക്കുകയാണ്. കോവിഡ് പാൻഡമിക്കിന് ശേഷം യാത്രക്കാരുടെ എണ്ണം കൂടിയതോടെ 2023 മാത്രം 8.7 കോടിയിലധികം യാത്രക്കാരാണ് അമേരിക്കയ്ക്കും യൂറോപ്പിനുമിടയിൽ ഈ വഴി യാത്ര ചെയ്തത്. പക്ഷേ ഇവിടെ മിക്ക ആളുകൾക്കും അറിയാത്ത ഒരു ബിസിനസ് രഹസ്യമുണ്ട്. ഈ ഫ്ലൈറ്റുകളുടെ മുൻവശത്തുള്ള ബിസിനസ് ക്ലാസ് സീറ്റുകളുടെ ഒരു ചെറിയ ഭാഗം, അത് ആകെ സീറ്റുകളിൽ കുറവാണെങ്കിൽ പോലും വിമാനത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ വലിയൊരു പങ്കും നേടിക്കൊടുക്കുന്നത് ഇതാണ്. ന്യൂയോർക്കിനും ലണ്ടനുമിടയിലുള്ള ഒരു വൺ വേ ബിസിനസ് ക്ലാസ് ടിക്കറ്റിന് പലപ്പോഴും $3000 അതായത് 3 ലക്ഷത്തോളം രൂപ വരും. തിരക്കുള്ള സീസണുകളിൽ ഇതിലും കൂടും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം വ്യക്തമാകും. ഈ ഫ്ലൈറ്റ് ഷെഡ്യൂളുകളൊന്നും ഇക്കോണമി ക്ലാസ്സിലെ യാത്രക്കാരുടെ കംഫർട്ട് നോക്കി ഉണ്ടാക്കിയതല്ല. എയർലൈനുകൾക്ക് തങ്ങളുടെ വിമാനങ്ങളിൽ കയറ്റാൻ ഏറ്റവും താല്പര്യമുള്ളത് എക്സിക്യൂട്ടീവ് യാത്രക്കാരെയാണ്. കാരണം ഇവർക്ക് സമയം കളയാൻ താല്പര്യമില്ല. അവർ വൈകുന്നേരം വൈകി ന്യൂയോർക്കിൽ നിന്നോ ടൊറന്റോയിൽ നിന്നോ പുറപ്പെടുന്നു. തുടർന്ന് വിമാനത്തിൽ നിന്ന് ഡിന്നർ കഴിക്കുന്നു. ബെഡായി മാറുന്ന സീറ്റിൽ കിടന്ന് കുറച്ച് മണിക്കൂറുകൾ ഉറങ്ങാൻ ശ്രമിക്കുന്നു. പുലർച്ചെ തന്നെ ലണ്ടനിലോ ഫ്രാങ്ക്ഫർട്ടിലോ എത്തിച്ചേരുകയും ചെയ്യും. രാവിലെ 9 മണിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാനും ഡീലുകൾ ഉറപ്പിക്കാനും അവർ അപ്പോഴേക്കും റെഡിയായിട്ടുണ്ടാകും. ഇതേ ഫ്ലൈറ്റ് രാവിലെയാണ് പുറപ്പെട്ടിരുന്നതെങ്കിൽ അവർ യൂറോപ്പിലെത്തുമ്പോൾ അർദ്ധരാത്രിയാകും. അവർ ആകെ ടയേർഡ് ആവുകയും ചെയ്യും. അടുത്ത കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാവുകയും അങ്ങനെ ഒരു ദിവസം മുഴുവൻ വിമാനത്തിനുള്ളിൽ ഇരുന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എയർലൈനുകൾ ഈ സിറ്റുവേഷനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നു. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, അതാണ് കാറ്റ്. കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നാം. ഏകദേശം 8000 മുതൽ 12000 മീറ്റർ വരെ ഉയരത്തിൽ ജെറ്റ് സ്ട്രീംസ് എന്ന് വിളിക്കുന്ന ചില വായുപ്രവാഹങ്ങളുണ്ട്. ഇവ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അതിശക്തമായി വീശുന്നത്. കാറ്റ് ശക്തമായ ദിവസങ്ങളിൽ ഈ ജെറ്റ് സ്ട്രീമിൻ്റെ മധ്യഭാഗത്തെ വേഗത മണിക്കൂറിൽ 300 കിലോമീറ്ററോ അതിൽ കൂടുതലോ വരെയാകാം. വിമാനം കൃത്യമായ ദിശയിൽ പറന്ന് ഈ അനുകൂലമായ കാറ്റിനൊപ്പം ചേരുമ്പോൾ അത് വിമാനത്തെ മുന്നോട്ട് തള്ളുന്നു. ഇതുവഴി ചില യാത്രകളിൽ ഇന്ധനം വൻതോതിൽ ലാഭിക്കാൻ കഴിയുന്നതിനൊപ്പം ഫ്ലൈറ്റ് സമയത്തിൽ ഏകദേശം 1 മണിക്കൂറോളം സമയം കുറയ്ക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് സാധാരണയായി തിരിച്ചു വരുന്ന യാത്രയേക്കാൾ വേഗത്തിൽ എത്തുന്നത്. അത് റൂട്ടിൻ്റെ പ്രത്യേകതയല്ല. റൂട്ട് 2 വശത്തേക്കും ഒന്നു തന്നെയാണ്. അതിൻ്റെ കാരണം ഈ പറഞ്ഞ കാറ്റാണ്. എയർലൈനുകൾ ഇതിനെ വളരെ ഗൗരവമായാണ് കാണുന്നത്. ഒരു ദിവസം സമുദ്രത്തിനു മുകളിലുള്ള ഏത് വഴിയിലൂടെ പോയാലാണ് ഏറ്റവും അനുകൂലമായ കാറ്റ് കിട്ടുക എന്ന് കണക്കുകൂട്ടാൻ മാത്രമായി അവർ കാലാവസ്ഥാ വിദഗ്ധരെ ജോലിക്ക് വെക്കാറുണ്ട്. കാരണം 100 കണക്കിന് വിമാനങ്ങളുള്ള ഒരു കമ്പനിക്ക് ദിവസേന ഇങ്ങനെയുണ്ടാകുന്ന ഇന്ധന ലാഭം ഒരു വർഷം കൊണ്ട് നോക്കുമ്പോൾ ഭീമമായ തുകയായി മാറും. ഇതിൻ്റെ കൂടെ തന്നെ എല്ലാ ദിവസവും കാലാവസ്ഥയിലെയും എയർ ട്രാഫിക് കൺട്രോളിലെയും ഒരു കൂട്ടം വിദഗ്ധർ വന്ന് കാലാവസ്ഥയും ടെമ്പറേച്ചറും കാറ്റുമൊക്കെ ചെക്ക് ചെയ്ത് സമുദ്രത്തിനു മുകളിൽ താൽക്കാലികമായി ചില സ്കൈ ട്രാക്കുകൾ ഉണ്ടാക്കാറുണ്ട്. ഇതിനെ നാറ്റ് ട്രാക്കുകൾ എന്ന് വിളിക്കുന്നു. കാനഡയിലെയും യുണൈറ്റഡ് കിങ്ഡത്തിലെയും എയർ ട്രാഫിക് കൺട്രോൾ അധികൃതർ ദിവസത്തിൽ 2 തവണ പുറത്തുവിടുന്ന ഈ റൂട്ടുകൾ ദിവസവും മാറാറുണ്ട്. ഈ യാത്രയിൽ വിമാനങ്ങൾ ഏത് വഴിയിലൂടെ പറക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇവയാണ്. ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം നിലനിൽക്കുകയും പിന്നീട് ഡിസപ്പിയർ ആവുകയും ചെയ്യുന്ന ഒരു ഹൈവേ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നാളെ ഇത് വേറെയൊന്നായിരിക്കും. സത്യത്തിൽ അറ്റ്ലാന്റിക്കിൻ്റെ വലിയൊരു ഭാഗം റഡാറുകളുടെ പരിധിക്ക് പുറത്താണ്. പണ്ടുകാലത്ത് ഒരു വിമാനം കരവിട്ട് കടലിലേക്ക് കടന്നാൽ പിന്നെ കരയിലുള്ള കൺട്രോളർമാർക്ക് വിമാനവുമായുള്ള നേരിട്ടുള്ള റഡാർ ബന്ധം നഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ട് പൈലറ്റുമാർ കൃത്യമായ ഇടവേളകളിൽ റേഡിയോ വഴി തങ്ങൾ എവിടെ എത്തി എന്ന് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. ഉയരം, വേഗത, ഏകദേശ സ്ഥലം എന്നിവയാണ് ഇതിലൂടെ പറയാറുള്ളത്. പക്ഷേ ഇന്ന് സാറ്റലൈറ്റ് ട്രാക്കിങ്ങും പുതിയ സിസ്റ്റങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഓരോ വിമാനവും എവിടെയാണെന്ന് കൺട്രോളർമാർക്ക് കൃത്യമായി അറിയാം. എങ്കിലും അറ്റ്ലാന്റിക് കടക്കാൻ ഇപ്പോഴും വലിയ പ്ലാനിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഈ റൂട്ടിനെ എന്നേക്കുമായി മാറ്റിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വർഷങ്ങളെടുത്ത ഈയൊരു മാറ്റത്തിന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. പണ്ടുകാലത്ത് അറ്റ്ലാന്റിക് മുറിച്ചു കടക്കാൻ 3-4 എഞ്ചിനുകളുള്ള വിമാനങ്ങൾ അത്യാവശ്യമായിരുന്നു. അതിലെ ലോജിക് വളരെ സിമ്പിളായിരുന്നു. സമുദ്രത്തിന് നടുവിൽ വെച്ച് ഒരു എഞ്ചിൻ കേടായാൽ അടുത്തുള്ള എയർപോർട്ടിലേക്ക് മണിക്കൂറുകളുടെ ദൂരമുണ്ടാകും. അപ്പോൾ ബാക്കപ്പായി മറ്റ് എഞ്ചിനുകൾ വേണം. ബോയിങ് 747 പോലെയുള്ള വിമാനങ്ങൾ ഈ റൂട്ടുകളിൽ ഭരിച്ചിരുന്നത് അതുകൊണ്ടാണ്. എന്നാൽ പിന്നീട് ബോയിങ്
777, 787, എയർബസ് A350 എന്നിവ രംഗത്തേക്ക് വന്നു. 2 എഞ്ചിനുകൾ മാത്രമുള്ള ഈ വിമാനങ്ങൾ വളരെ കുറച്ചു മാത്രം ഇന്ധനം ഉപയോഗിക്കുന്നവയും ഇടോപ്സ് എന്ന പ്രത്യേക സർട്ടിഫിക്കേഷൻ ലഭിച്ചവയുമാണ്. അതായത് ഒരു എഞ്ചിൻ കേടായാൽ പോലും അടുത്തുള്ള എയർപോർട്ട് ലക്ഷ്യമാക്കി ഈ വിമാനത്തിന് നിശ്ചിത മണിക്കൂറുകൾ സുരക്ഷിതമായി പറക്കാൻ കഴിയുമെന്ന് ഉറപ്പ് നൽകുന്ന ലൈസൻസാണിത്. ഇത് ഓപ്പറേറ്റിംഗ് ചിലവ് കുറയ്ക്കുകയും പണ്ട് സ്റ്റോപ്പുകൾ വേണ്ടിയിരുന്ന റൂട്ടുകളിൽ പുതിയ ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ തുടങ്ങാൻ സഹായിക്കുകയും ചെയ്തു. കൂടാതെ വലിയ 4 എഞ്ചിൻ വിമാനങ്ങളില്ലാത്ത എയർലൈനുകൾക്കും ഈ മാർക്കറ്റിലേക്ക് വരാൻ വഴി തുറന്നു. ഈ ഫ്ലൈറ്റുകൾ പുലർച്ചെ യൂറോപ്പിലെ ലണ്ടനിലെ ഹീത്രൂ, ഫ്രാങ്ക്ഫർട്ട്, ആംസ്റ്റർഡാമിലെ ഷിപ്പിൾ തുടങ്ങിയ എയർപോർട്ടുകളിൽ ഇറങ്ങുമ്പോൾ പല യാത്രക്കാരുടെയും യാത്ര അവിടെ എത്തിയിരുന്നില്ല. സത്യത്തിൽ അത് അവരുടെ യാത്രയുടെ പകുതി മാത്രമേ ആകുന്നുള്ളൂ. ഈ എയർപോർട്ടുകൾ നിർമ്മിച്ചതും കാലക്രമേണ മാറ്റിയെടുത്തതും കണക്റ്റിംഗ് ഹബ്ബുകളായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അമേരിക്കയിൽ നിന്നുള്ള ഫ്ലൈറ്റുകൾ വന്നിറങ്ങുന്നു. തൊട്ടു പിന്നാലെ തന്നെ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും ഒക്കെ ഫ്ലൈറ്റുകൾ പുറപ്പെടുന്നു. രാത്രി ചിക്കാഗോയിൽ നിന്ന് പുറപ്പെട്ട ഒരു യാത്രക്കാരന് അടുത്ത ദിവസം അവസാനത്തോടെ ദുബായിലോ നെയ്റോബിയിലോ സിംഗപ്പൂരിലോ എത്താൻ കഴിയും. ഇത് നടക്കുന്നത് ഈ സമയങ്ങളെല്ലാം പക്ക ചെയിൻ പോലെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഫ്ലൈറ്റുകൾ വന്നിറങ്ങുന്ന വലിയൊരു നിര തൊട്ടു പിന്നാലെ ചെറിയ സമയത്തിനുള്ളിൽ പുറപ്പെടുന്ന അടുത്ത നിര. ഈ ഫ്ലൈറ്റുകളിൽ ഒരെണ്ണം ഏതാനും മണിക്കൂറുകൾ വൈകിയാൽ അത് തുടർന്നുള്ള ഡസൻ കണക്കിന് കണക്റ്റിംഗ് ഫ്ലൈറ്റുകളെ ബാധിക്കും. അതുകൊണ്ടാണ് എയർലൈനുകൾ ഈ സമയക്രമം അത്ര കൃത്യതയോടെ നോക്കുന്നത്. ലണ്ടൻ ഹീത്രൂ പോലെയുള്ള സ്ഥലത്തുണ്ടാകുന്ന ഒരു ചെറിയ താമസം ഒരൊറ്റ ദിവസം കൊണ്ട് ലോകമെമ്പാടും ഫ്ലൈറ്റുകൾ വൈകാൻ കാരണമാകുന്നത് ഇതുകൊണ്ടാണ്. അറ്റ്ലാന്റിക്കിന് മുകളിലൂടെ രാത്രിയിലുള്ള യാത്രയ്ക്ക് പിന്നിലെ മറ്റൊരു കാരണം പണം തന്നെയാണ്. ഒരു പുതിയ ബോയിങ് 787 വിമാനത്തിൻ്റെ ലിസ്റ്റ് പ്രൈസ് അതിൻ്റെ വേർഷൻ അനുസരിച്ച് ഏകദേശം 250 മുതൽ 340 ദശലക്ഷം ഡോളർ അഥവാ 2850 കോടിയോളം രൂപ വരെയാണ്. പുതിയ എയർബസ് A350 ലിസ്റ്റ് പ്രൈസ് 300 ദശലക്ഷം ഡോളറിനും മുകളിലാണ്. നിർമ്മാതാക്കൾ ഡിസ്കൗണ്ടുകൾ നൽകുന്നതുകൊണ്ട് എയർലൈനുകൾ ഒരിക്കലും മുഴുവൻ ലിസ്റ്റ് പ്രൈസും നൽകാറില്ല. എങ്കിലും ഈ വിമാനങ്ങൾ വലിയൊരു അസറ്റ് തന്നെയാണ്. ഒരു വിമാനം വെറുതെ നിലത്ത് കിടക്കുന്നത് പണം ആവിയായി പോകുന്നതിന് തുല്യമാണ്. മെയിൻ്റനൻസ്, ക്രൂ ചിലവുകൾ, പാർക്കിംഗ് സ്പേസ്, മൂല്യത്തകർച്ച എന്നിവയെല്ലാം ഇതിൽ വരും. അതുകൊണ്ട് എയർലൈനുകൾ വളരെ കൃത്യതയുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നു. വിമാനം രാത്രി ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ ലണ്ടനിൽ ഇറങ്ങുന്നു. ക്ലീനിങ്ങും റീഫ്യൂവലിങ്ങും നിയമപ്രകാരമുള്ള ക്രൂ മാറ്റങ്ങൾക്കുമായി കുറച്ച് മണിക്കൂറുകൾ മാത്രം നിലത്ത് ചിലവഴിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ അത് തിരികെ പറക്കുന്നു. ഏറ്റവും തിരക്കേറിയ ഈ ലോങ് ഹോൾ റൂട്ടുകളിൽ ഒരു വലിയ വിമാനത്തിന് ഒരു ദിവസം 14 മുതൽ 16 മണിക്കൂർ വരെ ആകാശത്ത് ചിലവഴിക്കാൻ കഴിയും. ഏകദേശം 15 മണിക്കൂർ പറക്കൽ, 9 മണിക്കൂർ നിലത്ത്. അങ്ങനെ ഈ ലൂപ്പ് വീണ്ടും തുടരുന്നു. വിമാനം പരമാവധി സമയം നിലത്തിറക്കാതെ സൂക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. സമയം ഒട്ടും കളയാതെ 24 മണിക്കൂർ സൈക്കിളിലേക്ക് പോകാൻ ഈ രാത്രികാല ഷെഡ്യൂൾ കൃത്യമായി സഹായിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും സമയത്താണ് ഷെഡ്യൂൾ ചെയ്യുന്നതെങ്കിൽ ഈ സൈക്കിൾ തെറ്റുകയും വിമാനം കൂടുതൽ മണിക്കൂറുകൾ പാർക്ക് ചെയ്തിടേണ്ടി വരികയും ചെയ്യും. ഈ സിസ്റ്റത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് വിമാനങ്ങൾ തന്നെയാണ്. എല്ലാ റൂട്ടുകൾക്കും എല്ലാ വിമാനങ്ങളും അനുയോജ്യമല്ല. അവിടെയുള്ള യാത്രക്കാരുടെ എണ്ണം, ദൂരം, പോകുന്ന എയർപോർട്ട്, യാത്രക്കാരുടെ പ്രൊഫൈൽ എന്നിവ നോക്കിയാണ് എയർലൈനുകൾ കൃത്യമായ മോഡൽ തിരഞ്ഞെടുക്കുന്നത്. ബോയിങ് 777 വലിയ വിമാനമാണ്. അതിൽ കൂടുതൽ യാത്രക്കാരെയും കാർഗോയെയും കൊണ്ടുപോകാം. നമ്മൾ സാധാരണ യാത്രക്കാർ അധികം ശ്രദ്ധിക്കാത്ത ഒന്നാണ് ഈ കാർഗോ. എന്നാൽ ചില ഫ്ലൈറ്റുകളിൽ ആ റൂട്ടിൻ്റെ ലാഭത്തിൻ്റെ വലിയൊരു പങ്ക് വരുന്നത് ഇതിൽ നിന്നാണ്. എക്സ്പ്രസ് കൊറിയറുകളും നിറഞ്ഞ ഒരു വിമാനത്തിൻ്റെ കാർഗോ ഹോൾ അഥവാ ചരക്ക് സൂക്ഷിക്കുന്ന സ്ഥലം ആ ഫ്ലൈറ്റ് വലിയ ലാഭത്തിലാണോ അതോ ചിലവ് മാത്രം ഒത്തുപോകുന്ന ഒന്നാണോ എന്ന് തീരുമാനിക്കുന്ന ഘടകമായി മാറാറുണ്ട്. അതേസമയം 787 വിമാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്യൂവൽ എഫിഷ്യൻസിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാണ്. യാത്രക്കാരുടെ എണ്ണം നല്ല രീതിയിലുണ്ടെങ്കിലും ഒരു വലിയ വിമാനം വിടാൻ മാത്രമില്ലാത്ത റൂട്ടുകളിൽ ഇത് കൃത്യമായി വർക്ക് ചെയ്യും. ഓരോ റൂട്ടിനും കൃത്യമായ വിമാനം തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ ഡാറ്റ അനാലിസിസ്, സീസണുകൾ, കോമ്പറ്റീഷൻ, പ്രോഫിറ്റബിലിറ്റി എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഈ വിമാനങ്ങൾ രാത്രിയിൽ തന്നെ അറ്റ്ലാന്റിക് മുറിച്ചു കടക്കണം എന്ന് യാതൊരു നിയമവുമില്ല. ഇരുട്ടിൽ പറക്കുന്നത് കൂടുതൽ സുരക്ഷിതമായതുകൊണ്ടുമല്ല, അർദ്ധരാത്രിക്ക് ശേഷം സമുദ്രം കൂടുതൽ ശാന്തമാകാറുമില്ല. ഇവിടെയുള്ളത് പതിറ്റാണ്ടുകളായി പരിഷ്കരിച്ചെടുത്ത ഒരു ബിസിനസ് രീതി മാത്രമാണ്. അത് രാത്രികാല ഫ്ലൈറ്റുകളെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാക്കി മാറ്റുകയും ചെയ്യുന്നു. എയർലൈനുകൾ തങ്ങളുടെ വരുമാനവും വിമാനങ്ങളുടെ ഉപയോഗവും പരമാവധി കൂട്ടുന്നത് ഇത്തരത്തിലാണ്. ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ കിട്ടിക്കാണുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.